ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം മലയാളത്തിൽ എഴുതിയൊരു വർക്കാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രകൃതിയോടും അതിനുള്ള ജീവജാലങ്ങളോടുമുള്ള ഒരു സ്നേഹവും പരിഗണനയും അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു തീം. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്ക് ഓഥറിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. Vaikam Mohammed Basheer, who is fondly remembered as Beppu Sultan, is a humanist, freedom fighter, novelist, and short story writer hailing from Kerala. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. His notable works include Kerala Syllabus, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ജുപ്പൂപ്പക്കൊരാനുണ്ടായിരുന്നു, ജന്മദിനം ആൻഡ് അനർഘ നിമിഷം. He was awarded the Padma Shri in 1982. അതായത് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വാക്കുകൾ ഇതൊക്കെയാണ്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. Has a snake ever coiled itself round any part of your body? A full-blooded cobra. All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അതായത് ഡോക്ടറിൻ്റെ അടുത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യനോടെയാണ് തുടങ്ങുന്നത്. അതായത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ദേഹത്ത് ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ ഹോമിയോ ഡോക്ടറാണ് ചോദിക്കുന്നത്. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഹോമിയോ ഡോക്ടർ. അതായത് ഒരു കൂട്ടം ആളുകളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ സ്നേക്കിനെ പറ്റി പറഞ്ഞൊരു കാര്യമാണിത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഡോക്ടർ പറഞ്ഞ കഥ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കഥയാണ് അടുത്തത്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അതായത് ഒരു ചൂടുള്ള ഒരു വേനൽ രാത്രിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മണിയായി കാണും. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ തിരിച്ചെത്തി. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം അബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ തുറന്നപ്പോൾ തന്നെ മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. എന്തോ ഒരു പരിചയമുള്ള ഒരു സൗണ്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. അതായത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായി, എലികളും ഞാനും കൂടി റൂം ഷെയർ ചെയ്യും. അതായത് ഈ റൂമിൽ മൊത്തം എലികളാണെന്ന് അദ്ദേഹം പറയുന്നത്. അവരെപ്പോഴും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ സൗണ്ട് കേട്ടപ്പോൾ ഓർത്ത് ഇത് എലികളായിരിക്കുന്നു. I took out my box of matches and lighted the kerosene lamp on the table. അതായത് ഞാൻ ബോക്സ് ഓഫ് മാച്ചസ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി എടുത്തിട്ട് കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു ടേബിളിലുണ്ടായിരുന്നു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. അതായത് അവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ചെറിയ റെൻറ്റഡ് റൂമായിരുന്നു. ഇയാൾ റെൻറ്റിനെടുത്തൊരു റൂമാണത്. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വെർ മീഗർ. ഞാൻ ഈ മെഡിക്കൽ പ്രാക്ടീസ് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനമൊക്കെ വളരെ തുച്ഛമായിരുന്നു. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എൻ്റെ സൂട്ട് കേസിൽ ഏകദേശം ഒരു 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. കുറച്ച് മുണ്ടുകളും ഷർട്ടുകളുടെയും കൂടെ ഒരു 60 രൂപയും. ഐ ഓൾസോ പോസസ് വൺ സോൾജർലി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. പിന്നെ എനിക്കുള്ളത് ആകെ ഒരു ബ്ലാക്ക് കോട്ട്. അതാണ് ഞാൻ അപ്പോൾ ധരിച്ചിരുന്ന ബ്ലാക്ക് കോട്ടും പിന്നെ ഒരു കുറച്ച് ഷർട്ടും മുണ്ടും പിന്നെ ഒരു 60 രൂപയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. അതായത് ഞാൻ എൻ്റെ ബ്ലാക്ക് കോട്ടും വൈറ്റ് ഷർട്ടും പിന്നെ അത്ര വലിയ വെള്ളയല്ലാത്ത എൻ്റെ ഇന്നർ ബനിയനും, അതായത് അത് പഴകിയതാണ്, അതെല്ലാം ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്തു, അഴയിൽ തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം. ഞാൻ റൂമിലുള്ള 2 വിൻഡോസും തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അതായത് ഒരു പുറത്തുള്ള റൂമായിരുന്നു, പുറത്തേക്കുള്ള മുറിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വാൾ എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതാണ്. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗാബേഴ്സ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. അതായത് ഓടിട്ട ഒരു റൂമാണത്. There was no ceiling ഒന്നുമില്ലായിരുന്നു. There was a regular traffic of rats to and from the beam. അതിന് ആ ഉത്തരത്തിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യും, എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും. ഈ സീലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. I made my bed and pulled it close to the wall.
ഞാൻ എൻ്റെ ബെഡൊക്കെ വിരിച്ച് കിടക്കാനായിട്ട് തയ്യാറാവായിരുന്നു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ കിടന്നെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ ബട്ട് ദ വിൻഡ് കോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. അതായത് ഞാൻ ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ വരാന്തയിൽ പോയി കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് ഓർത്തിട്ട് വരാന്തയിൽ ഇറങ്ങി. ഭയങ്കര ചൂടാണല്ലോ, ഇതൊരു വേനൽ കാലമല്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് പുറത്തിറങ്ങി കുറച്ച് കാറ്റ് കൊള്ളാമല്ലോ എന്ന് ഓർത്ത് പോയപ്പോൾ എന്താ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. അപ്പോൾ ഞാൻ റൂമിലേക്ക് തിരിച്ചുപോയി കസേരയിൽ ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. അതായത് അദ്ദേഹം ടേബിളിൻ്റെ അടുത്തിരുന്ന പെട്ടി തുറന്നിട്ട് അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. അതൊരു മെഡിക്കൽ ബുക്കാണ്. അദ്ദേഹം ഡോക്ടറാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ബുക്ക് എടുത്തു. ഐ ഓപ്പൺ ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് stood the lamp and a large mirror. A small comb lay beside the mirror. അതായത് അദ്ദേഹം അത് തുറന്നു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ആ ഒരു ടേബിളിൽ ഒരു ലാമ്പ് ഇരിക്കുന്ന ടേബിളാണ്. അദ്ദേഹം ഇപ്പോൾ മണ്ണെണ്ണവിളക്ക് കത്തിച്ചെന്ന് തോന്നില്ലേ, ആ ലാമ്പ് ഇരിക്കുന്ന ടേബിളിൽ ഒരു വലിയ മിററും ഉണ്ട്. അതിൻ്റെ അടുത്തൊരു ചെറിയ ചീപ്പും ഉണ്ട്, തല തീകണ ചീർപ്പ്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ, അല്ലേ? അതായത് നമ്മൾ കണ്ണാടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ണാടിയിൽ നോക്കാൻ തോന്നില്ലേ. ഐ ടുക്ക് എ ലുക്ക്. ഞാനും അതുപോലെ നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എന്നെ എത്ര സുന്ദരമാക്കി നടത്താൻ പറ്റുമോ അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹാൻഡ്സായിട്ടിരിക്കണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാൻ ഒരു ബാച്ചിലറും ആയിരുന്നു, പിന്നെ ഒരു ഡോക്ടറും ആയിരുന്നു. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതായത് ഞാനോർത്ത് എന്നെ എന്തായാലും ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ വിചാരിച്ചിട്ട് അയാൾ. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൺ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം അബവ്. ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ചീർപ്പെടുത്ത് തലയൊക്കെ ചീകി. അപ്പോൾ എന്താ, പിന്നെ ഞാൻ ആ മോളിൽ നിന്ന് ആ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്, പെട്ടെന്ന് കണ്ണാടിയിൽ ഇങ്ങനെ നന്നായിട്ട് മുഖം നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് തീരുമാനം എടുത്തെന്നാണ് പറയുന്നത്. ഞാനിനിയും ഡെയിലി ഷേവ് ചെയ്തിട്ട് എൻ്റെ മസ്റ്റാച്ച് മീശ ഒന്ന് തിന്നാക്കി വളർത്തും, അപ്പോൾ ഞാൻ കുറച്ചുകൂടി സുന്ദരനാവുമെന്ന് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞാനൊരു ബാച്ചിലറോ ഡോക്ടറൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ഭംഗിയായിട്ടിരിക്കേണ്ടതെന്ന് ഓർത്ത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തെന്ന് അദ്ദേഹം പറയുന്നത്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഞാൻ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്മൈലായിരുന്നു ഇത്. ഐ മെയ്ഡ് അനദർ എ ഷേക്കിംഗ് ഡിസിഷൻ. അപ്പോഴാണ് ഞാൻ വേറൊരു തീരുമാനം എടുത്തത്. I would always keep that attractive smile on my face to look more handsome. ഇങ്ങനെ ചിരിച്ചാൽ നല്ല ഭംഗിയുണ്ടാവില്ലേ, അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിക്കുക ഇനിയെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. എന്തായാലും ഞാനൊരു ബാച്ചിലറോ ഡോക്ടറൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല ഹാൻഡ്സായിട്ടൊക്കെ ഇരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം അബവ്. അപ്പോഴും പിന്നെ മുകളിൽ നിന്ന് ആ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ വേഗം എഴുന്നേറ്റിട്ട് ഒരു ബീഡിയൊക്കെ കത്തിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. അപ്പോഴാണ് എനിക്ക് വേറൊരു മനോഹരമായിട്ടുള്ള ചിന്ത വന്നത്. ഐ വുഡ് മാരി. ഞാനൊരു കല്യാണം കഴിക്കണം. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അതായത് ഞാനൊരു വുമൺ ഡോക്ടർ, ലേഡി ഡോക്ടറെയാണ് കല്യാണം കഴിക്കുള്ളൂ. അവർക്ക് അത്യാവശ്യം നല്ല കാശൊക്കെ ഉണ്ടാവണം, നല്ല മെഡിക്കൽ പ്രാക്ടീസൊക്കെ ഉള്ള ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന് അദ്ദേഹം അപ്പോൾ തീരുമാനിച്ചു. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. അവൾ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടാവണം. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ, ചെറിയ കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഓടുകയാണെങ്കിൽ എൻ്റെ പുറകെ ഓടി വന്നവൾക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജസ്റ്റ് ഒരു കോമിക്കായിട്ടുള്ളൊരു കമൻറ്റാണത്. With such thoughts in my mind, I resumed my seat in the chair in front of the table. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിൻ്റെ ഫ്രണ്ടിലുള്ള എൻ്റെ ചെയറിൽ ഇരുന്നു. There were no more sounds from above. അപ്പോൾ മുകളിൽ നിന്ന് ഒട്ടും സൗണ്ടൊന്നും കേൾക്കണില്ല.
Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്നാണ് ഒരു റബ്ബർ ട്യൂബ് താഴെ വീണുള്ളൊരു സൗണ്ട് കേൾക്കുന്നത്. ഷുവർലി നത്തിങ് വറി അബൌട്ട് ഇറ്റ്. എന്തായാലും ഇത് പേടിക്കാനൊന്നുമില്ലെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, എന്താ സാധനം ഒന്ന് കാണണ്ടേ. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞില്ല, അപ്പോൾ തന്നെ എന്ത് പറ്റി? ഒരു ഫാറ്റ് സ്നേക്ക് wriggled over the back of the chair. അതാ ഒരു സ്നേക്ക്, ഫാറ്റ് സ്നേക്ക്, നല്ല വണ്ണമുള്ള സ്നേക്ക് വന്നിട്ട് എന്താ ചെയറിൻ്റെ ബാക്കിൽ വന്ന് ചുറ്റി നിൽക്കാം. ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. എന്നിട്ട് എൻ്റെ ഷോൾഡറിലേക്ക് കയറി. The snakes landing on me and my turning were simultaneous. ഞാൻ തിരിഞ്ഞ അപ്പം തന്നെയാണ് എന്ത് ചെയ്തത്, ഈ സ്നേക്ക് എൻ്റെ മേത്തേക്കും കയറിയത്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചായിരുന്നു. സിമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. ഐ ഡിൻ ജമ്പ്. ഞാൻ ചാടിയൊന്നുമില്ല. ഐ ഡിൻ ട്രംബിൾ. ഞാൻ വിറച്ചില്ല. ഐ ഡിൻ ക്രൈ ഔട്ട്. ഞാൻ ഒച്ചത്തിൽ കരഞ്ഞുമില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. അതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, അതൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം അബവ് ദ എൽബോ. അപ്പോൾ എന്ത് ചെയ്ത്, ഈ സ്നേക്ക് സ്ലിതേർഡ് എന്ന് പറഞ്ഞാൽ ഇഴയുക, അലോങ് മൈ ഷോൾഡർ, എൻ്റെ ഷോൾഡറിലൂടെ ഇഴഞ്ഞ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം അബവ് ദ എൽബോ. ലെഫ്റ്റ് ആമിൽ ഇടത്തെ കൈയുടെ മുട്ടിൻ്റെ മുകളിലായിട്ട് ചുറ്റിയിരുന്നു. The hood was spread out and its head was hardly 3 or 4 inches from my face. പത്തിയൊക്കെ വിടർത്തിയാണ് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. അതിൻ്റെ തല ഏകദേശം ഒരു 3-4 ഇഞ്ച് ദൂരമുള്ളൂ എൻ്റെ ഫേസിൽ നിന്ന്. അങ്ങനെ പത്തി വിടർത്തി നിൽക്കാം. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദെയർ ഹോൾഡിങ് മൈ ബ്രെത്ത്. I was turned to stone, but my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. അതായത് ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദെയർ ഹോൾഡിങ് മൈ ബ്രെത്ത്. ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ച് അങ്ങനെ ഇരുന്നു എന്ന് പറയുന്നത് എന്താ, തെറ്റായി പോവാം, അതത്ര ശരിയൊന്നുമല്ലായിരിക്കും. ഞാൻ അങ്ങനെ പറയുന്നത് ഒരു കള്ളം പറയല്ലോ. ഐ വാസ് ടേൺ ടു സ്റ്റോൺ. ഞാനൊരു കല്ലായി പോയിന്ന്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. എൻ്റെ മൈൻഡ് നല്ല ആക്റ്റീവായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. ഡോറ് തുറന്നത് എന്താ, ഇരുട്ടാണ് ഫുള്ള്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂമിലും ഫുൾ ഇരുട്ടാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. അതായത് ആ ലാമ്പിൻ്റെ, ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്ത് ചെയ്ത്, ഒരു സ്റ്റോൺ ഇമേജിനെ പോലെ അവിടെ ഇരുന്നു, കല്ല് പോലെ ഞാൻ അവിടെ ഇരുന്നു എന്ന് പറയാണ്. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." അതായത് ദൈവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പുറത്തേക്കൊന്നും പറഞ്ഞില്ല, ദൈവമേന്നൊന്നും വിളിച്ചില്ല. പക്ഷെ മനസ്സിൽ ദൈവമേന്ന് വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. There was some pain in my left arm. എൻ്റെ ലെഫ്റ്റ് ആമിൽ, ഇടത് കയ്യിൽ ചെറിയ വേദന ഉണ്ടായിരുന്നു. It was as if a thick leaden rod, no, a rod made of molten fire was slowly but powerfully crushing my arm. അതായത് തീയിൽ ഉരുക്കിയെടുത്തൊരു ദണ്ട് കൊണ്ട് അടിക്കണ പോലെ, അങ്ങനത്തെ ഒരു വേദനയായിരുന്നു അദ്ദേഹത്തിന്. അത് ദണ്ട് കൊണ്ട് കൈ ഇങ്ങനെ തകർക്കണ പോലത്തെ ഒരു വേദനയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. The arm was beginning to be drained of all strength. കൈയിൻ്റെ ശക്തിയെല്ലാം പോകാൻ തുടങ്ങി. വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യുന്നു അദ്ദേഹം വിചാരിക്കുക. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാൻ ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ തന്നെ പാമ്പ് എന്നെ കൊത്തും. ഡെത്ത് ലർക്ക്ഡ് 4 inches away. ലർക്ക്ഡ് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക. 4 ഇഞ്ച് അപ്പുറത്താണ് മരണം പതിയിരിക്കുന്നത്. അദ്ദേഹം ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ തന്നെ പാമ്പ് അദ്ദേഹത്തെ കൊത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. എങ്ങാനിത് കടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് മരുന്ന് എടുക്കും ഇതിന്? എനിക്ക് മരുന്നൊന്നുമില്ലല്ലോ കഴിക്കാൻ. There were no medicine in the room. റൂമിൽ ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. അദ്ദേഹത്തിന് തന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ, ഞാൻ ജസ്റ്റ് പുവറായിട്ടുള്ള, ഫൂളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റുപ്പിഡ് ഡോക്ടറാണെന്ന് അദ്ദേഹം പറയുന്നത്. It seemed as if God appreciated that. The snake turned its head. It looked into the mirror and saw its reflection.
അതായത് ദൈവം തീരുമാനിച്ച പോലെ ഈ സ്നേക്ക് എന്ത് ചെയ്ത് ഇവൻ്റെ തല തിരിച്ചിട്ട് നേരെ കണ്ണാടിയിലേക്ക് നോക്കി. എന്നിട്ട് അവൻ്റെ പ്രതിബിംബം അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. അതായത് കണ്ണാടിയിൽ നോക്കിയ ആദ്യത്തെ പാമ്പ് ഇതാണെന്നൊന്നും ഞാൻ വാദിക്കണില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷേ എന്തായാലും ഈ പാമ്പ് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഉറപ്പാണ്. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അതായത് ഇവൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മസ്റ്റാച്ച് ഓർ യൂസിങ് ഐഷാഡോ ആൻഡ് മസ്കാര ഓർ വെയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്? അതായത് ഇവൻ എന്നെപ്പോലെ വല്ല മീശം വളർത്തിയാലോന്നോ അല്ലെങ്കിൽ ഐഷാഡോ മസ്കാരയൊക്കെ ഇട്ടാലോന്നോ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയാണോ കണ്ണാടിയിൽ നോക്കിയിട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. എനിക്കൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു, ഉറപ്പായിട്ട് അറിയില്ലായിരുന്നു. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? ഇതിൻ്റെ സെക്സ് തന്നെ അറിയില്ല, മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഐ വിൽ നെവർ നോ, ഫോർ ദ സ്നേക്ക് അൺവൂണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോവ്ലി സ്ലിതർ ഇൻ ടു മൈ ലാബ്. അതായത് ഞാൻ അറിഞ്ഞില്ല ഈ പാമ്പ് എന്ത് ചെയ്ത് കയ്യിൽ നിന്നൊക്കെ പയ്യെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു എൻ്റെ മടിയിലേക്ക് ഇറങ്ങി. ഫ്രം ദെയർ ഇറ്റ് ക്രെപ്റ്റ് ഇൻ ടു ദ ടേബിൾ ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മിറർ. അവിടെ നിന്ന് അത് നേരെ ടേബിളിലേക്ക് കയറി നേരെ കണ്ണാടിയുടെ അടുത്തേക്ക് എത്തി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. ചിലപ്പോൾ ഇതിൻ്റെ പ്രതിബിംബം ഇതിന് അടുത്ത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quietly went out through the door into the veranda. From there, I leapt into the yard and ran for all I was worth. അതായത് ഞാൻ ഇത്രയും നേരം കല്ലുപോലെ ഇരുന്നെങ്കിലും ഞാൻ പെട്ടെന്നൊരു ഫ്ലഷും ബ്ലഡൊക്കെ ഉള്ള ഒരു മനുഷ്യനായി മാറി. എന്നിട്ട് ഞാൻ വേഗം ശ്വാസം അടക്കി പിടിച്ച് നേരെ ചെയറിൽ നിന്ന് എണീച്ച് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ഡോറിൽ നിന്ന് വരാന്തയിലെത്തി. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ജീവനും കൊണ്ട് ഓടിയെന്നാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ കഥ, ഹോമിയോപാത്ത് പറഞ്ഞ കഥയാണ്. ഈച്ച് ഓഫ് us heaved a sigh of relief. അതായത് അവിടെ കുറച്ച് ആളുകൾ കേട്ടുകൊണ്ടിരിക്കണ്ടായല്ലോ, അവർ സ്നേക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഈ കഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്നുള്ളൊരു സൈ ഓഫ് റിലീഫ്, ഒരു ദീർഘശ്വാസം വിട്ടു. ഓൾ ഓഫ് us lit beadies. Some asked, "Doctor, is your wife very fat?" അതായത് ഞങ്ങളെല്ലാവരും ബീഡിയൊക്കെ കത്തിച്ചു. അപ്പോൾ ആരോ ചോദിച്ചു, ഡോക്ടർ വൈഫ് നല്ല തടിച്ചിട്ടാണോന്ന്. നോ, ദ ഡോക്ടർ സെഡ്, God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? God willed otherwise. ദൈവം മറ്റൊന്നാണ് വിചാരിച്ചത്. മൈ ലൈഫ് കമ്പാനിയൻ ഇസ് എ തിൻ റീഡി പേഴ്സൺ. ഭയങ്കര തിന്നായിട്ടുള്ള, റീഡി എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള, ഒട്ടും വണ്ണമില്ലാതെ ഒരാളാണ്. വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ എന്ന് പറഞ്ഞാൽ നല്ല മത്സരോട്ടക്കാരൻ്റെ അത്രയും നല്ല ഓടാനൊക്കെ കഴിവുള്ള നല്ല തിന്നായിട്ടുള്ള ഒരു വൈഫാണ് എൻ്റെ എന്ന് പറയാം. സമൺ എൽസ് ആസ്ക്, ഡോക്ടർ, വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? പിന്നെ ആരോ ചോദിച്ചു, ഡോക്ടറെ നിങ്ങൾ ഓടിയപ്പോൾ നിങ്ങളുടെ പുറകെ വന്നു ആ പാമ്പെന്ന് ചോദിച്ചു. ദ ഡോക്ടർ റിപ്ലൈഡ്, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച് എ ഫ്രണ്ട്സ് ഹൗസ്. അതായത് ഡോക്ടർ, ഞാൻ ഓട്ടോ നിർത്തില്ല, നേരെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. സ്മിയർഡ് എന്ന് പറഞ്ഞാൽ തേക്കുക. പെട്ടെന്ന് തന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച് വേഗം കുളിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് 1 or 2 others ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദെയർ. അതായത് പിറ്റേ ദിവസം രാവിലെ 8:30 ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും 2-3 ആൾക്കാരെയൊക്കെ വിളിച്ച് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ബട്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് ഒന്നുമില്ല അവിടെ. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഏതൊരു കള്ളം വന്ന എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. റൂം യഥാർത്ഥത്തിൽ ക്ലീനാക്കി ഇട്ടണമെന്ന് പറയാമല്ലോ, ഒന്നുമില്ല ഇനി എടുക്കാൻ. ബട്ട് നോട്ട് റിയലി. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. പക്ഷേ ഒരു സാധനം മാത്രം ആ കള്ളം കൊണ്ടുപോയില്ല എന്നാണ് പറയുന്നത്. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. അതെന്താ ഡോക്ടർ, അതെന്താ സാധനം അവർ കൊണ്ടുപോകാതിരുന്നതെന്ന് ചോദിച്ചു. ദ ഡോക്ടർ സെഡ്, മൈ വെസ്റ്റ്, ദ ഡേർട്ടി വൺ. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ വെസ്റ്റ് ഇന്നർ ബനിയനാണ്, ദ ഡേർട്ടി ആയിട്ടുള്ള ഇന്നർ ബനിയൻ. ആ കള്ളന് നല്ല വൃത്തിയുള്ള കള്ളനായിരുന്നു എന്ന് തോന്നണമെന്ന് പറയും. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അവനത് എടുത്തുകൊണ്ട് പോയി സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി ഉപയോഗിക്കായിരുന്നില്ലേ എന്ന് പറയാം. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? അടുത്ത ആൾ ചോദിക്കും, നിങ്ങൾ ആ സ്നേക്കിനെ നിങ്ങൾ അന്ന് ചെന്നപ്പോൾ കണ്ടായിരുന്നോ, പിന്നെ പിറ്റേ ദിവസം കണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. ദ ഡോക്ടർ ലാഫ്റ്റ്. ഡോക്ടർ പറഞ്ഞു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. ഞാൻ ഇതുവരെ പിന്നെ അവനെ അവിടെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി.
അതായത് ആ സ്നേക്കിന് അവന് അതിൻ്റേതായിട്ട് നല്ലൊരു സൗന്ദര്യമൊക്കെ ഉള്ളൊരു സ്നേക്കായിരുന്നു എന്ന് പറയാം. അതായത് അവന് അവൻ്റേതായിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ടെന്ന് പറയാം ഡോക്ടർ. അപ്പോൾ ഈ സ്റ്റോറിയിൽ പറയുന്നത് പ്രകൃതിയിലുള്ള മറ്റു ജീവജാലങ്ങളും മനുഷ്യനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള സൗന്ദര്യം എല്ലാം ഉണ്ടെന്നുള്ളൊരു മെസ്സേജാണ് ഈ ഷോർട്ട് സ്റ്റോറി നമുക്ക് തരുന്നത്. അപ്പോൾ ബഷീറിൻ്റെ പ്രകൃതിയോടുള്ളൊരു സ്നേഹം, അതിലുള്ള ജീവജാലങ്ങളോടുള്ള പരിഗണനയൊക്കെയാണ് നമ്മൾക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.